ചേട്ടാ നമുക്ക് വഴി തെറ്റിയോ നല്ല ഡൗട്ട് എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല. നമ്മളാണെങ്കിലേ UP-യിലല്ലായിരുന്നോ ഈ പോട്ടെ, ഉത്തർപ്രദേശിൽ. ഇത് എനിക്ക് തോന്നുന്നു വഴി തെറ്റി എനിക്ക് തോന്നുന്നു ഈ ഭാഗമൊക്കെ ആണെങ്കിലേ ഒരു മരുഭൂമിയുടെ ഒരു ലുക്ക്. നിങ്ങളുടെ കാറൊക്കെ എടുക്കാനിത്? ആ കാറാണെങ്കിൽ 2 ദിവസമായിട്ട് സർവീസ് ചെയ്യാൻ കൊടുത്തേക്കുക. അതിന് 3-4 ദിവസം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ. പിന്നെ ആണെങ്കിൽ ഇവിടെ എൻ്റെ വൈഫിൻ്റെ കൂട്ടുകാരിയുണ്ട് ലീലയുടെ മോളെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അത്യാവശ്യമായിട്ട് ചെന്നേ പറ്റത്തുള്ളൂ എന്ന് അവൾ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോയതില്ല അത്യാവശ്യമായിട്ട്. അവരുടെ കല്യാണം ഇന്നാണോ നാളെയാണോ? കല്യാണം നാളെയാ. ഇതിന് ഇന്നേ അല്ലണ്ടേ. ഇതിപ്പോൾ ഇത്രയും ദൂരം ഇല്ലേ, നമ്മുടെ അടുത്തങ്ങോട്ടാവുന്ന സ്ഥലം. ഇത്ര സംസ്ഥാനം കഴിഞ്ഞിട്ട് ഇത് നിന്നോട് കാറ് വരാൻ പറഞ്ഞപ്പോൾ നീ തരത്തില്ലല്ലോ. ഉടനെ നീ വരാൻ പറഞ്ഞോണ്ട് നിനക്ക് ഡ്രൈവ് ചെയ്താൽ പറ്റത്താകുമ്പോൾ നിന്റെ കാറ് ആർക്കും നീ കൊടുത്തു വിടത്തില്ലല്ലയോ? സോറി ചേട്ടാ, ഞാൻ അങ്ങനെ കാർ ആർക്കും കൊടുത്തു വിടത്തില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിന് ഞാൻ കൊടുക്കും കാറ്, പക്ഷെ ഞാനിവിടെ കൂടെ പോകും, അത്രേ ഉള്ളൂ. അവരുടെ നാട്ടിലെ വീട് എനിക്കറിയാം, ഉത്തർപ്രദേശിൽ. അവിടുത്തെ ഒന്നും വീട് എനിക്കറിയത്തില്ല. നമ്മളെ എങ്ങോട്ടോ വഴി തെറ്റി പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനും തന്നെ ആലോചിച്ച്, രാജസ്ഥാനിലെ ഒരു ലുക്ക് പോലെ ഒരു മരുഭൂമിയുടെ ടച്ച് തോന്നില്ലേ? ഇവിടെ ആരെങ്കിലും കണ്ടാലും നമുക്കൊന്ന് വഴി ചോദിച്ചു നോക്കായിരുന്നു. ഇവിടെ ഒറ്റ മനുഷ്യരെ കാണുന്നില്ല. നമ്മളിപ്പോ എത്ര മണിക്കൂറുകളായിട്ട് യാത്ര ചെയ്യും, ഒരു കുഞ്ഞിനെ പോലും കാണാനില്ല ഈ മണലല്ലാതെ. ഷോ വെള്ളമെല്ലാം തീർന്നു പോയല്ലോ. ഇവിടെ അടുത്ത് കടയൊന്നും കാണത്തില്ല മോനെ. ഇപ്പൊ എന്തെങ്കിലും കട വല്ല കാണട്ടെ. മോൻ കറിയണ്ട, നമുക്ക് എവിടെയെങ്കിലും ഒരു വീടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങി അവരോട് വെള്ളം ചോദിക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു വീടെങ്കിലും ഒന്ന് കാണട്ടെ. കട തന്നെ കാണുന്നില്ലല്ലേ. ഏതെങ്കിലും വീട്ടിൽ കയറിയാലും നമുക്ക് ചോദിക്കാം വെള്ളം. ആ ശരി ശരിയാ, ഞാൻ അങ്ങോട്ട് ഒതുക്കുക വിശംബര. എവിടെ ചേച്ചി? ഞാൻ നോക്കിട്ട് കാണുന്നില്ലല്ലോ. അത് തന്നെ, അതാണോ ആ ഒരു വെള്ള പെയിന്റ് അടിച്ച പോലത്തെ ഒരു വീട്? വെള്ള പെയിന്റ് ഒന്നും അല്ല അടിച്ചേക്കുന്നത്, വേറെ എന്തോ വൈറ്റ് വാഷ് ചെയ്തേക്കോന്ന് തോന്നുന്നു. ചുമ്മാ അങ്ങോട്ട് അടിച്ചു വെച്ചിരുന്നേ. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഒതുക്കാം വണ്ടി. വിശംബര അങ്ങോട്ട് വണ്ടി വിട്. മരുഭൂമി തന്നെ. ചില രാജ്യങ്ങളിലൊക്കെ ചിലത് ഇത് കഴിക്കും. മെക്സിക്കോയിലൊക്കെ ചിലതെങ്കിൽ കള്ളിമുൾച്ചെടി കഴിക്കുന്നതാണ്. കള്ളിമുൾച്ചെടി എനിക്ക് കഴിച്ചിട്ട് കാര്യം, എനിക്ക് വെള്ളം വേണം കുടിക്കാനും. ഇതിന്റെ അടിയിൽ എങ്ങനെ കുറച്ച് വെള്ളം കിടക്കുന്ന പോലെ കള്ളിമുൾച്ചെടി അടിയില് ഒന്ന് ഓടിച്ചൊന്ന് കുടിക്കണത്. ഇത് ഈ ഇടയ്ക്കങ്ങോട്ട് മഴ പെയ്ത് കാണുമായിരിക്കും. ഇന്നലെ മറ്റോ മഴ പെയ്തു, ആ മഴ വെള്ളം കിടക്കുന്നു. ചെല്ലും മോനെ കുടിക്കും മോനെ. അത് വെള്ളം ഞങ്ങൾക്ക് വേണം. ആദ്യം കുട്ടികൾ കുടിക്കട്ടെ, അവൻ എന്തേ ദാഹിക്കുന്നത്. അവൻ കുടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മതി ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഞാൻ കുടിക്കട്ടെ. നമ്മള് പേടിക്കൊന്നും വേണ്ട. ഒന്നാമത് നമുക്ക് അറിയാത്ത സ്ഥലമാണ്. ഇവിടത്തേക്ക് ആന എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. ചിലപ്പോ ഒറ്റയാനാന്നോ ഉപദ്രവിക്കുന്ന ആനയാന്നൊന്നും അറിയത്തില്ലല്ലോ. അയ്യോ അങ്ങോട്ട് നോക്കുന്ന ആന വരുന്നത്. അയ്യോ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. വിശ്വപര ഇങ്ങോട്ട് വാ. ഞാൻ ആന എങ്ങോട്ട് പോകും നോക്കി വരുന്നത്. വാ ഇവിടെ ഒളിച്ചിരിക്കാം. വാ പിള്ളേരെ, ആന ഇങ്ങോട്ടാ വരുന്നത്. കള്ളിമുൾച്ചെടി വല്ല തിന്നാൻ വരുമെന്നത്. ചേട്ടാ ആനയുടെ വരവ് കണ്ടിട്ട് പേടിയാവുന്നു. ചേട്ടാ ഇത് വേറൊരു സൗണ്ട് കേൾക്കും, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് നോക്കിക്കേ. ശരിയാണല്ലോ. അയ്യോ ക്ലോക്കിന്റെ ഒരു സൗണ്ട് പോലെ. അയ്യോ തോണ്ട ആന ഇങ്ങോട്ട് ഓടി വരുവാ. ദൈവമേ നമ്മളെ കണ്ടില്ലെന്ന് തോന്നുന്നു. പിള്ളേരെ മിണ്ടൽ സൗണ്ട് ഉണ്ടാക്കല്ലേ, ഇങ്ങോട്ട് ആന തിരിയുന്നു. എന്റെ ദൈവമേ ഇതാണ് എന്ത് സൈസ് ആന ഇത്? അയ്യോ ഇത് മറ്റേ ആനയല്ല, അതിലല്ല. പിള്ളേരെ മിണ്ടല്ലേ. അയ്യോ ശരിയാണ്, അറിയില്ല വന്നേന്ന്. എന്തോ അറിയാം പിള്ളേരെ, ഇതല്ല അറിയില്ല എന്ന് ഞാനൊന്നും കേട്ടിട്ടില്ലത്. ഇത് മരുഭൂമിയിലുള്ള ആനയാ. ഇതിനാണെങ്കിൽ ശാപം വന്ന് കിട്ടിയതാ. ഇത് കണ്ടില്ലേ ക്ലോക്ക് കൊണ്ട് നടക്കുന്നത്. ഇതിന്റെ പിന്നിൽ എന്തൊക്കെ കഥകളുണ്ടാവും എനിക്കറിയത്തില്ല. ചൈനക്കാരായിട്ടൊക്കെ പറഞ്ഞു കേൾക്കാം, ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ആനയുടെ ഒരു പ്രത്യേകത കണ്ടിട്ട് ചെരുപ്പിട്ടേക്കുന്നത്. ഇത് കള്ളിമുൾച്ചെടിയും കൊണ്ടുള്ള ആനയാ അതിന്റെ ഇത്. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇതാണെങ്കിലേ ആരോ ഒരാൾ സമ്മാനിച്ചതാ. ഇങ്ങനെ ഡെസേർട്ടിൽ കൂടി ഇങ്ങനെ നടക്കുന്നു പറഞ്ഞോട്ടെ, കാല് വെറുതെ പൊള്ളണ്ടെന്ന് പറഞ്ഞ് ആരാണ്ട് സമ്മാനിച്ച ഒരു ചെരുപ്പ്. ഇത് ആ ചെരുപ്പിട്ടപ്പോഴാണ് തോന്നുന്നു ഇതിന്റെ ദേഹം മൊത്തം കള്ളിമുൾച്ചെടി ആയത്. പിന്നെ ആ ക്ലോക്കിനെ സംബന്ധിച്ച് എന്തോ അതൊന്നും എനിക്കറിയത്തില്ല. കഥ ചിഹ്നം വിളിക്കുന്ന കേട്ടില്ലേ? ദൈവമേ നമ്മളെ മണം കിട്ടിയെന്നൊന്നും ആനയ്ക്ക്. ലാറില്ല. ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ടല്ലോ. എല്ലാത്തിനെയും ഞാൻ വക വരുത്തും.
പിള്ളേരെ നമ്മളെ കണ്ടുപിടിച്ച് വാനാ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഓടിക്കോ. ആ നീയൊക്കെ എങ്ങോട്ട് ഓടി? നിന്റെയൊക്കെ പുറകെ തന്നെ ഉണ്ട് ഞാന്. ഒന്നിനും ഞാൻ വെറുതെ വിടത്തില്ല. എവിടെ പോയി എവിടെ പോയി? നിക്കാനാ പറഞ്ഞത്. എല്ലാം എന്റെ കയ്യിൽ തന്നെ വന്ന് വീഴും. ഹാ നിക്കാനവിടെ. ഇവിടെ ഒന്നും നോക്കിയിട്ട് കാണാനില്ലല്ലോ. ഓ ഏത് സ്ഥലം ഇത്? എന്നാലും വേണ്ടില്ല, ഇവിടെ തന്നെ നമ്മൾ ഒളിച്ചിരിക്കായിരുന്നു. ആന നമ്മുടെ പുറകെ തന്നെ കാണും. വരാതിരിക്കത്തില്ല ചേച്ചി. എങ്ങനെയെങ്കിലും നമ്മുടെ പണം പിടിച്ച് ഇവിടെ എത്തും. കോനെത്തും. അയ്യോ ഒരു മനുഷ്യനെങ്കിലും കണ്ടല്ലോ. ഇത് ആരാ ഇത്? അങ്ങ് ആരാ? വേണ്ട ഹിന്ദി പറഞ്ഞ് കഷ്ടപ്പെടണ്ട. എനിക്ക് മലയാളം അറിയാം. ഞാനൊരു ഹിന്ദിക്കാരനാണെങ്കിൽ എനിക്ക് മലയാളം അറിയാം. നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? ഈ അമ്പലത്തിൽ ആരും അങ്ങനെ തൊഴാൻ വരാറില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ആകെപ്പാടെ പേടിച്ച് വരണ്ടിരിക്കുന്നത്, അതുകൊണ്ടുകൂടാ ചോദിച്ചത്. അയ്യോ ഇത് അമ്പലമായിരുന്നോ? അതെ ഇതൊരു അമ്പലാ. പിന്നെ ഞാനിവിടെ ചെറിയ ചെറിയ പൂജകളൊക്കെ ചെയ്യും. എനിക്ക് ഇന്ത്യയിലെ എല്ലാ ഭാഷകളും അറിയാം. സ്വാമിജി ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരുവാ. എൻ്റെ വൈഫിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. ഫ്രണ്ടിൻ്റെ മോടെ കല്യാണം, ലീല എന്ന് പറഞ്ഞ ആളുടെ മോടെ കല്യാണം. അപ്പോൾ അതിനുവേണ്ടി കല്യാണം കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ ഉത്തർപ്രദേശിലാണ് പോയത്. പക്ഷേ ഞങ്ങൾ വഴി തെറ്റി ഇവിടെ എത്തിപ്പെട്ട്. ഇത് ജയ്പൂരാണോ? ഇത് എവിടെ സ്ഥലം എവിടെ? ഇത് ഞങ്ങൾക്ക് ശരിക്കും സ്ഥലം ഏതാന്ന് പോലും തിട്ടമില്ല. നിങ്ങൾ ഉത്തർപ്രദേശ് പോകേണ്ടവരാണോ? അത് കൊള്ളാം. എന്നിട്ടാണ് ഈ മരുഭൂമിയിൽ എത്തിപ്പെട്ടത്. ഇത് രാജസ്ഥാൻ തന്നെ. നിങ്ങൾ ഇനിയിപ്പോൾ ആരും പേടിക്കണ്ട. എന്താ കാര്യം എന്ന് പറ ആദ്യം. സ്വാമിജി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണെങ്കിലേ അവിടെ ആണെങ്കിൽ ഒരു മുൾച്ചെടി, ഒരു കള്ളി മുൾച്ചെടിയുടെ ഒരു ആനയെ കണ്ട്, ചെരുപ്പൊക്കെ ഇട്ട ഒരു ആന. അതിന്റെ കയ്യിലാണെങ്കിൽ ഒരു കയ്യിലല്ല, അതിന്റെ അടുത്ത് തന്നെ ആണെങ്കിൽ ഒരു ക്ലോക്കും ഒക്കെ ഉണ്ട്. കള്ളി മുൾച്ചെടി ആന. ലാറില്ല അങ്ങനെ കിടന്നോ പേരാ പറഞ്ഞത്. ലാറിയില്ല എത്തി എവിടെ? പിന്നല്ലാതെ നിങ്ങൾ അതിന്റെ ഇന്ന് രക്ഷപ്പെട്ടാണ് ഇവിടെ എത്തിയത്. അയ്യോ അതിന്റെ കൺമുന്നിൽ പെടുന്നവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ആ ചെരുപ്പുള്ളത് ചവിട്ടിയായിരിക്കും. ആനയുടെ സ്വഭാവം അറിയാലോ. ഇതൊരു ഒറ്റക്കൊമ്പനാ, ഇവിടെ ചുറ്റി നടക്കുന്നതാ. അയ്യോ ഞങ്ങൾ ഇനി അങ്ങനെ തിരിച്ച് വീട്ടിൽ പോകും. പേടിക്കണ്ട, പരിഹാരം എന്തെങ്കിലും ഞാൻ കാണാം. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യും, ഈ അമ്പലത്തിനുള്ളിലോട്ട് കയറിക്കോ. അവനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. കുറെ നാളുകൊണ്ട് തുടങ്ങിയതാ. ഇത്രയും നാളും എന്റെ കൺവെട്ടത്ത് വന്നിട്ടില്ല അവൻ. ഒരുപാട് പേരെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയിരിക്കുമായിരുന്നു അവനെ എങ്ങനെ എന്റെ കൈ കിട്ടണമെന്ന്. കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവനെ വക വരുത്തും. ഇവിടെ വന്നിട്ടുണ്ടവര് ഈ ഭാഗത്ത് തന്നെ. എന്റെ കയ്യിൽ നിന്ന് ഇനി വിട്ടുപോകത്തില്ല. ഹേയ് ഒറ്റക്കൊമ്പനെ, നീ മടങ്ങിപ്പോ. നീ കുറെ നാളായി ഒരുപാട് ആൾക്കാരെ ഉപദ്രവിക്കുന്നു. ഒരുപാട് പേരെ നീ ചവിട്ടി ഞെരിച്ചിട്ടുണ്ട്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ ഇത് മടങ്ങിപ്പോകുന്ന നിനക്ക് നല്ലത്, ആരെയും ഉപദ്രവിക്കാതെ. നീ അങ്ങനെ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടാം. അല്ല നീ ഇനി ഉപദ്രവിക്കാൻ അഭാവമെങ്കിൽ നിന്നെ ഞാൻ ഇല്ലാതാക്കും. ഞാൻ നിങ്ങളെ കൂടി ഇപ്പൊ ഞാൻ ചവിട്ടി അരിക്കാം. നീ എന്നെ ചവിട്ടി അരിക്കോ? നിനക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഓം അവനെ ഞാൻ ഇല്ലാതാക്കി. സ്വാമിജി ആന പൊട്ടിത്തെറിച്ചു പോയല്ലോ. നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ കാരണം അവനെ എന്റെ മുമ്പിൽ കിട്ടിയത് ഇപ്പോ. അതുകൊണ്ട് എനിക്കിപ്പോ അവനെ ഇല്ലാതാക്കാൻ പറ്റിയത്. ഒരുപാട് പേരെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേരെ അവൻ ചവിട്ടി ഞെരിക്കിച്ചെടുക്കുന്നു. ഇപ്പൊ നിങ്ങൾ കാരണം എന്റെ ആ മുമ്പിൽ അവൻ എത്തിയത്. അതുകൊണ്ട് എനിക്ക് അവനെ വക വരുത്താൻ പറ്റിയത്. അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. അയ്യോ ഞങ്ങളോട് എന്തിനാ സ്വാമി നന്ദി പറയുന്നത്? ഞങ്ങൾ അങ്ങോട്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം ഞങ്ങളെ രക്ഷിച്ചില്ലേ സ്വാമി. അതെ എല്ലാരും അങ്ങോട്ട് കേട്ട് നന്ദിയോടെ കടപ്പെട്ടിരിക്കുന്നു. ഇനിയെങ്കിലും എല്ലാവരുടെ മുഖത്തെ പേടിയൊന്ന് മാറ്റ്. ഇനി നിങ്ങൾക്ക് സന്തോഷത്തോടെ തിരിച്ചു പോകാമല്ലോ. അതെ